ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇന്ന് ഞാൻ ചെയ്യുന്ന ദൈവിക സന്ദേശം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള യേശുക്രിസ്തു ആര് എന്നുള്ള വീഡിയോയുടെ 3-ാമത്തെ ഭാഗമാണ്. ഇതിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് BC 700-750 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ യെശയ്യാവെന്ന ആളെ ദൈവം തൻ്റെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുകയും ആ പ്രവാചകനിലൂടെ ദൈവം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ക്രൂശീകരണ മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചുമൊക്കെ യെശയ്യാ പ്രവചന പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് യെശയ്യാ പ്രവചനത്തെ അറിയപ്പെടുന്നത് തന്നെ. അതിൽ ക്രിസ്തുയേശുവിൻ്റെ നിഴലായിട്ട് ധാരാളം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് 22-ാം അധ്യായം, യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 14-ാം വാക്യമാണ്. വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടും പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ അറിവ്, ഈ 3 ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ 3 ദൈവിക സന്ദേശങ്ങൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവിക സന്ദേശങ്ങൾ കഴിഞ്ഞ ദൈവിക സന്ദേശങ്ങൾ കേട്ടവരും ഇനി കഴിഞ്ഞ സദ്വാർത്ത ദൂതുകൾ, ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ, സ്വർഗത്തിൻ്റെ സദ്വാർത്ത കേട്ടവരും രക്ഷിക്കപ്പെട്ടവരും, കേട്ടവരല്ല രക്ഷിക്കപ്പെട്ടവർ, ചെന്ന് പരിപൂർണ വിശ്വാസത്തോടുകൂടി കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ വിശുദ്ധീകരിച്ചവർ, അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് വേണം, കൂടി അറിയണം. അവർക്ക് കുറച്ചുകൂടി അറിവ് അവർക്ക് വേണം. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ സന്ദേശം കേട്ട് രക്ഷിക്കപ്പെട്ടവർക്ക്, സദ്വാർത്ത ദൂത് കേട്ട് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഈ കഴിഞ്ഞ 2 വീഡിയോയും ഇപ്പോൾ ഇത് 3-ാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്നാണ് ഈ വീഡിയോയ്ക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. മറ്റത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ അനാദികാലത്തെ കാര്യങ്ങളും യേശുക്രിസ്തു ആദ്യനും അന്ത്യനും ആണ് എന്നുള്ളത്. ഇപ്പോൾ ആദ്യനായിരുന്നു എന്നുള്ളതിൻ്റെ ആ കാര്യങ്ങളും അന്ത്യനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള കുറേ അധികരിച്ച കാര്യങ്ങൾ ഒരു 1.5 മണിക്കൂറുള്ള 2 വീഡിയോകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടവർക്കും രക്ഷിക്കപ്പെട്ടവർക്ക്, അതായത് അത് കണ്ടവർക്ക് മാത്രമല്ല, അത് കണ്ട് രക്ഷാനിർണയം പ്രാപിച്ചവർക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 14-ാം തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അപ്പം ഇത് ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം. ഇത് യെശയ്യാ പ്രവചനം ക്രൂശിയും ഗെത്സമന തോട്ടത്തിൽ നിന്ന് റോമൻ പടയാളികളും യഹൂദ മതത്തിൻ്റെ ചേകവരും കൂടി ചേർന്ന് യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ സമയം മുതൽ ക്രൂശീകരണം നടക്കുന്നത് വരെയുള്ള അന്നേരത്തേക്കുള്ള ആ യേശുക്രിസ്തുവിൻ്റെ രൂപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ വായിക്കാം. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും, അവൻ്റെ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ,
യേശുക്രിസ്തുവിൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും യേശുക്രിസ്തുവിൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുക കൊണ്ട് പലരും കണ്ട് സ്തംഭിച്ചു പോകും. അപ്പോൾ അത് കാണുന്നവരെല്ലാം കാര്യം ഇത്രയും ഇവിടെ ഈ കൊതുക് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ധാരാളമായിട്ടുള്ള കൊതുകുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ ഉണ്ട് കൊതുക്. എൻ്റെ ശൈലി ഇവിടെ ഉണ്ട്. അപ്പം സ്തംഭിച്ചു പോകും. അപ്പോൾ നമ്മളൊരു ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ആക്സിഡൻറ്റ് നടന്നു. ഇപ്പം നമ്മൾ പലരും ആക്സിഡൻറ്റ് വഴി റോഡരികൾക്ക് പലരും ആക്സിഡൻറ്റ് കണ്ടിട്ടുള്ളവർ. അപ്പോൾ ചില ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്തംഭിച്ചു പോകും നമ്മൾ സ്തംഭിച്ചു പോകാറില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. കാര്യം യേശുക്രിസ്തുവിനെ കണ്ടപ്പോഴത്തേക്ക് ഇത് മനുഷ്യൻ തന്നെയാണോ ഇത് യഥാർത്ഥത്തിൽ എന്നുള്ള ഒരു തോന്നൽ അത്രയ്ക്ക് വിരൂപമായി പോയി. യേശുക്രിസ്തുവിൻ്റെ രൂപം അത്രയ്ക്ക് വിരൂപമായി പോയി. ക്രൂശ് ചുമന്നുകൊണ്ട് വരുന്ന ഇവിടുന്ന് പീലാത്തോസിൻ്റെ അരമനയിൽ നിന്നും ഗുൽഗോത എന്ന തലയോട്ടിടം എന്നുള്ള സ്ഥലത്തേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് ക്രൂശും ചുമന്നുകൊണ്ട് വരുന്ന യേശുക്രിസ്തുവിനെ കണ്ടപ്പോഴത്തേക്ക് കണ്ടവർക്ക് അപ്രകാരമാണ് തോന്നിയത്. കണ്ടാൽ ആളറിയാൻ അവർക്ക് പറ്റുന്നില്ല. ഇതാരാണ് വ്യക്തി, ഇതേതാണ് വ്യക്തി എന്ന് കണ്ടാൽ അറിയാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടിട്ട് ആളെ അറിയാൻ വയ്യാതെ വന്നെന്നുള്ളത് ഈ 53-ാം അധ്യായം, അതായത് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ മുഴുവനായിട്ട് ആ യേശുക്രിസ്തുവിൻ്റെ ആ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവചനം വെളിപ്പാടിലൂടെ കൊടുത്തിട്ട് യെശയ്യാവ് എഴുതിയ കാര്യമാണ്. അത് ഞാൻ വായിക്കാം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവനെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് കേട്ടോ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്നും വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിത്തീർന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചുവല്ലോ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു.
അവൻ പീഡിതനായും അവർ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്നും അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സു പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് അവനു മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. അവൻ്റെ പുത്രന്മാർ അതുകൊണ്ട് അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച് അതിക്രമങ്ങൾക്കു വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. എനിക്കിവിടെ ഇത് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം വെട്ടത്തിൻ്റെ ആ ഒരു കുറവ് കൊണ്ടാണ് ഇത് വായിക്കുമ്പോഴത്തേക്ക് വായിക്കുമ്പോൾ അത് അക്ഷരം കാണാൻ ചെറിയ ബൈബിളിലെ ചെറിയ അക്ഷരമാണ്. അപ്പം അത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇടയ്ക്ക് നമ്മളത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നതിൻ്റെ കാരണം അതാണ്. വെട്ടത്തിൻ്റെ ഒരു പ്രോബ്ലമുണ്ട്. എങ്കിലും ഞാനത് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ തിരുത്തി വായിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നെ വായിച്ചിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വായിച്ച് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്തായാലും യെശയ്യാ പ്രവചന പുസ്തകം നമ്മുടെ വിശുദ്ധ വേദ പുസ്തകത്തിൽ അല്ലെങ്കിൽ ബൈബിളിലെ പഴയ നിയമത്തിൽ പ്രവചന പുസ്തകത്തിൽ ആദ്യത്തെ പ്രവചനമാണ് യെശയ്യാ പ്രവചനം. അപ്പം നിങ്ങൾ ആ പ്രവചനം എടുത്തിട്ട് ഈ പുസ്തകം എടുത്തിട്ട് ഈ 52-ാം അധ്യായം 14-ാം വാക്യവും 53-ാം അധ്യായം മുഴുവനായിട്ട് നിങ്ങൾ നന്നായിട്ട് വായിക്കണം. മനസ്സിരുത്തി നന്നായിട്ട് വായിക്കണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ ചിത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ വരച്ചു തരുവാൻ തക്കവണ്ണം ഇടയായി തരും. ഞാനിത് എങ്ങും പോയി പഠിച്ചതല്ല. എവിടെയും ഞാൻ പഠിച്ചിട്ടുണ്ട്, ബൈബിൾ കോളേജിലൊക്കെ പല പ്രാവശ്യം കയറി പഠിച്ചിട്ടുണ്ടെങ്കിലും ദൈവവചനത്തിൻ്റെ പാരായണത്തിലൂടെയാണ് ഞാനിപ്പോൾ ഇത് നിരവധി പ്രാവശ്യം ഈ പുതിയ നിയമവും പഴയ നിയമവും സമ്പൂർണ്ണ ബൈബിളും നിരവധി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നിരവധി എണ്ണമില്ലാത്തത്ര പ്രാവശ്യം ഞാനിത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളും
പിന്നെ എനിക്കിത് ബൈബിളിൻ്റെ ബേസുകളും മറ്റു കാര്യങ്ങളും മറ്റു പലരും പഠിപ്പിച്ച് ബൈബിൾ കോളേജുകളിൽ പോയി അവിടെ പഠിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് വായിച്ചാൽ നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോയി സെമിനാറുകളിൽ പോയി പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലെങ്കിൽ തിരുവചനം നിങ്ങൾ വായിച്ചാൽ മതി. താല്പര്യത്തോടുകൂടി ദാഹത്തോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി തിരുവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ്, കാര്യം ഈ വചനത്തിൻ്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവാണ്. 1500 വർഷങ്ങൾ കൊണ്ട് 40ലധികം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ടാണിത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം ഒരേ പുസ്തകമായിട്ട് തോന്നേണ്ട കാര്യമില്ല. ഒരു വ്യക്തി എഴുതിയതുപോലെ തോന്നുന്നതിൻ്റെ കാരണം അതാണ്. ഇതിൻ്റെ യഥാർത്ഥ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് ഈ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ താല്പര്യവും ഹൃദയത്തിലെ ആഗ്രഹവും ദൈവം കണ്ടുകൊണ്ട്, പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ വെളിപ്പാടുകളും ദർശനങ്ങളും എനിക്ക് തന്നതുപോലെ എന്നെപ്പോലെയുള്ള ദൈവപുരുഷന്മാർക്ക് കൊടുത്തതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും അത് പകർന്നു തരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് മുൻപാകെ മുഖപക്ഷമില്ല. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കുമുള്ള ദൈവത്തിന് മുമ്പിലുള്ള വില ഒന്ന് തന്നെയാണ്. അപ്പം പക്ഷാപാതം അവിടെ ഇല്ല. ദൈവത്തിൻ്റെ മുമ്പാകെ പക്ഷാപാതമില്ല. തിരഞ്ഞെടുപ്പ്, വിളിക്കുണ്ട് നിയോഗം, അതായത് വിളി വ്യത്യാസമുണ്ട്. ആ വിളിക്ക് അനുസരിച്ചാണ് ഓരോരുത്തരോടും ദൈവിക ഇടപെടലുകളും ദൈവിക എൻകൗണ്ടറുകളും ഉണ്ടാകുന്നത്. ദൈവവചന വെളിപ്പാടുകളൊക്കെ വിളിയോടുള്ള ബന്ധത്തിലാണ്, നിയോഗത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അഭിഷേകത്തോടുള്ള ബന്ധത്തിലാണ് അതൊക്കെ വെളിപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ പിന്നീട് നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊള്ളും. അപ്പോൾ ഇത് വായിക്കുക. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരും. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തരും. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, അവനെ കണ്ടിട്ട് നമ്മൾ ആദ്യം വായിച്ച വാക്യം, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായി തീർന്നു. അപ്പം വിരൂപനായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ, യഹൂദജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അവരുടെ അത്രയും സൗന്ദര്യമുള്ള പുരുഷന്മാരും അവരുടെ അത്രയും സൗന്ദര്യമുള്ള സ്ത്രീകളും ലോകത്തിലില്ല എന്നാണ് നമുക്ക് അവരുടെ ആ സമൂഹത്തെ കൊണ്ട് സമൂഹം സാക്ഷീകരിക്കുന്നത്. അത്രയ്ക്ക് സൗന്ദര്യന്മാരും ബുദ്ധിമാന്മാരും അത്രയ്ക്ക് ശ്രേഷ്ഠക്കാരും. അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. ആ വ്യക്തിയിൽ നിന്നും ദൈവം കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രം പോലെയും ഭൂമിയിലെ പൊടി പോലെയൊക്കെ വർദ്ധിപ്പിച്ചെടുത്ത ആ ഒരു ജനത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ, അതാണ് യഹൂദ ജനം. അപ്പം അത്രയ്ക്ക് ശ്രേഷ്ഠജാതി, ദൈവത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള എല്ലാ അതുകൊണ്ടൊരു പ്രത്യേക പരിഗണന ഇസ്രായേൽ ജനത്തോട് ദൈവത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് അവർ നല്ല സൗന്ദര്യമുള്ളവരാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് യേശുക്രിസ്തു സൗന്ദര്യമുള്ളവനായിരുന്നു. കാര്യം യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, പക്ഷേ യഹൂദനാണ്. യഹൂദ ഗോത്രത്തിൽ നിന്നും ദാവീദിൻ്റെ ഗോത്രമായ യഹൂദ ഗോത്രത്തിൽ നിന്നും ജനിച്ച ആളാണ്. അപ്പോൾ ആ ഒരു ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ദൈവപുത്രൻ എന്നുള്ള ആ ഒരു ചൈതന്യം, അപ്പോൾ നല്ല കാണാനായിട്ട് നല്ല സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, ദൃഢഗാത്രനായ ഒരു മനുഷ്യനായിരുന്നു യേശുക്രിസ്തു. രൂപമുള്ള ഒരാളായിരുന്നു യേശുക്രിസ്തു. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ രൂപമാണ് ഇപ്പോൾ നമ്മൾ തിരുവചനത്തിൽ കണ്ടാൽ ആളറിയത്തില്ല, വികൃതമായി വളരെയേറെ നമുക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ കാണുന്നവന് ആശ്ചര്യം വരുമാർ അത്രയ്ക്ക് വികൃത രൂപിയായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വികൃത രൂപിയായി തീർന്ന യേശുക്രിസ്തു. ഇത് നമുക്ക് ഈ പ്രവചന നിവൃത്തി ഏകദേശം 700-750 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ മധ്യഭാഗമായിട്ടുള്ള ജെറുസലേമിൽ, ഇസ്രായേലിൽ ഗെദസമന തോട്ടം മുതൽ ഇങ്ങോട്ട് കാൽവരി തലയോട്ടിടം അഥവാ ഗുൽഗോത എന്ന് പറയുന്ന ആ സഭ അവിടം വരെയും നിറവേറിയ പ്രവചനമാണിത്, ഈ പ്രവചനം. അപ്പോൾ അത് നിറവേറിക്കഴിഞ്ഞ പ്രവചനം. അപ്പോൾ അത് അദ്ദേഹം ആത്മാവിൽ കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് എഴുതിയ ഒരു കാര്യമാണ്. ഇനി അതിനുശേഷം നമ്മൾ 53-ാം അധ്യായം, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, അവിടെ പറയുന്നതാണ്,
ഞങ്ങൾക്ക് ഏർപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. കാര്യം ഇത് മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തത്ര ഒരു അതിനപ്പുറമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരും വിശ്വസിക്കത്തില്ല. കാര്യം ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ഒരു മാനുഷിക ചിന്തയിൽ ഇത് വിശ്വസിക്കാനായിട്ട് പലരും തയ്യാറാകത്തില്ല. ഇന്നത് നമ്മുടെ ഇടയിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഈ ക്രൂശീകരണത്തെ വിശ്വസിക്കാത്തവർ പലരുമുണ്ട്, ഒത്തിരി പേരുണ്ട്, നിരവധി ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളച്ചിരിക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അപ്പം ഇതാണ് അവിടെ നമ്മൾ ഇത്രയും ഇതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് താഴത്തേക്കുള്ള വചനത്തിൽ പറയുന്നുണ്ട്. കാര്യം അദ്ദേഹം ഈ യേശുക്രിസ്തു ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൻ്റെ കാരണം താഴത്തേക്കുള്ള വചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ മുഴുവൻ വചനം വായിച്ച് നമുക്ക് ടൈം തികയത്തില്ല. ഇപ്പം തന്നെ 21 മിനിറ്റായി, ടൈം തികയത്തില്ല. അപ്പം നിങ്ങളത് വായിക്കണം. 53-ാം അധ്യായം നിങ്ങൾ കേൾവിക്കാരായ ശ്രോതാക്കളായ നിങ്ങൾ ഈ തിരുവചനം 53-ാം അധ്യായം എടുത്ത് വായിക്കണം. യേശുക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയണം നിങ്ങൾ. കാര്യം ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ചവനായ മനുഷ്യൻ്റെ പ്രഥമ ലക്ഷ്യം ദൈവത്തെ അറിയുക, അതായത് ക്രിസ്തുവിനെ അറിയുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യം തെളിവ് സഹിതം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവ് സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ദൈവമായ ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അതാണ് ഏറ്റവും തൻ്റെ സൃഷ്ടാവിനെ അറിയുക, നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തെ അറിയുക. അപ്പോൾ ക്രിസ്തുയേശുവിനെ അറിയണം. ഈ ക്രിസ്തുയേശുവിൻ്റെ ക്രൂശീകരണം എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം, അപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ 53-ാം അധ്യായത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിക്കുമ്പോഴത്തേക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ അത് വായിക്കണം, നിശ്ചയമായിട്ടും വായിക്കണം. അപ്പോൾ ഞാൻ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ ഇത് എന്തിനു വേണ്ടി ഈ ക്രൂരമായ മർദ്ദനം, ഈ ആളറിയാൻ വയ്യാത്ത വിരൂപരൂപിയായിട്ട് എന്തുകൊണ്ട് യേശുക്രിസ്തു തീർന്നുവെന്ന് ഉള്ള വചനം മാത്രം ഞാൻ വായിക്കുക. എന്നാൽ സാക്ഷാൽ, അതായത് 53-ാം അധ്യായം 4-ാം വാക്യം, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഉണ്ടോ? അപ്പം നമ്മളുടെ പാപത്തിൻ്റെ ഫലമായി നമ്മുടെ മേൽ വന്ന ശാപത്താൽ നമുക്കുണ്ടായ രോഗങ്ങൾ, അതിനു മുമ്പ് രോഗമില്ലായിരുന്നു. ആദാമ്യ പാപം നിമിത്തമാണ് ഭൂമിയിൽ രോഗങ്ങളും മറ്റു പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ആദാമ്യ പാപം നിമിത്തമാണ് ഇതെല്ലാം. ആദാമിനോടുള്ള ശാപനിമിത്തമാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പം നമ്മളുടെ രോഗങ്ങൾ അവൻ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. കണ്ടോ? അപ്പം നമ്മളുടെ രോഗങ്ങളെയും നമ്മളുടെ വേദനകളെയുമാണ് യേശുക്രിസ്തു ചുമന്നത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ നിരസിക്കുകയും തള്ളിപ്പറയുകയും ക്രൂശിക്കുകയും വീണ്ടും ഒറ്റിക്കൊടുക്കുകയും നിഷേധിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ പാപങ്ങളെ, പാപത്തിൻ്റെ ശിക്ഷകളെ എല്ലാം ഏറ്റെടുത്ത ഒരു വ്യക്തി, ആ വ്യക്തിയാണ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ തെറ്റ് ചെയ്ത് തെറ്റും കുറ്റവും ശിക്ഷയ്ക്കും അർഹരായ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുത്ത് പകരക്കാരനായി തീർന്ന ഒരു വ്യക്തിയെയാണ് നാം നിഷേധിക്കുന്നത്. നമുക്കത് അങ്ങനെ നമ്മൾ നിഷേധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൽ നമുക്ക് എങ്ങനെ തെറ്റുവഴിയാൻ പറ്റും? ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്.
ആ നിർമ്മലമായ നിഷ്കളങ്കമായ അഗാപ്പെ സ്നേഹം. അഗാപ്പെ സ്നേഹം എന്ന് ദൈവസ്നേഹത്തിന് പറയുന്നതാണ് അഗാപ്പെ, എബ്രായ വാക്കാണത്. അപ്പോൾ അത്രയും വലിയ സ്നേഹത്തെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തെറ്റുവഴിയാൻ പറ്റും? അപ്പോൾ ഇത് നമ്മൾക്ക് വേണ്ടിയാണ് ഈ കർത്താവായ യേശുക്രിസ്തു, ദൈവമായ കർത്താവായ യേശുക്രിസ്തു മനുഷ്യരൂപമെടുത്ത് ഈ വേദനകളും ഈ പീഡനങ്ങളും ഈ യാതനകളും എല്ലാം സഹിച്ച് നമുക്ക് വേണ്ടി. അങ്ങനെ തന്നെയാണ് ഇവിടെ തിരുവചനം പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് 700-750 വർഷം മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവചനങ്ങളിലൂടെ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണിത്. ഇതാണ് 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ ഗുൽഗോഥ മലയിൽ അതിൻ്റെ പൂർത്തീകരണം നടന്നത്. അപ്പോൾ അത് നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിക്കുകയും ആ സ്നേഹത്തെ നമ്മൾ അംഗീകരിക്കുകയും വേണം. ആ ദൈവസ്നേഹത്തെ നമ്മൾ അംഗീകരിക്കുകയും വേണം. യേശുക്രിസ്തുവിനെ നമ്മൾ നിഷേധിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ ആ ജീവിതം നമ്മൾ ഉൾക്കൊള്ളണം. യേശുക്രിസ്തുവിനെ അറിയണം. യേശുക്രിസ്തുവിനെ എത്രമാത്രം അറിയുവാനായിട്ട് കഴിയുന്നു അത്രമാത്രം നമ്മൾ യേശുക്രിസ്തുവിനെ അറിയണം. കാര്യം നമുക്ക് കിട്ടേണ്ടുന്ന ശിക്ഷയും കുറ്റവും ആ പീഡനവും മരണവും ഒക്കെയാണ് യേശുക്രിസ്തു ഏറ്റെടുത്തത്. പാപമില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത 5 കോടതികളിൽ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഇവനൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ന്യായാധിപന്മാർ വിധി കൽപ്പിച്ച ആ മനുഷ്യൻ നമ്മുടെ പാപം നിമിത്തമാണ്, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയും കുറ്റവും ശിക്ഷയുമാണ് യേശുക്രിസ്തു സഹിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ആരും നിഷേധിക്കരുത്, ആരും തള്ളിപ്പറയരുത്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരോ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നവരോ യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കുന്നവരോ ആയി തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യരാരും തയ്യാറാകരുത് എന്നാണ് എനിക്ക് ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്. അപ്പം ദൈവം സഹായിക്കട്ടെ. അപ്പം നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്ന് നാമോ ദൈവം അവനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. കണ്ടോ, നമ്മുടെ അതിക്രമങ്ങളും അകൃത്യവും നിമിത്തമാണ് യേശു മുറിവേൽക്കുകയും തകർക്കപ്പെടുകയും ചെയ്തത്. അല്ലാണ്ട് യേശു ചെയ്ത തെറ്റിനല്ല. ആ സ്നേഹം ആ ദൈവസ്നേഹം, ആ യേശുവിന് നമ്മോടുള്ള സ്നേഹത്തെ നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത്. ഇരിക്കുന്നുവെന്ന് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. കണ്ടോ, നമ്മളുടെ സമാധാനം. കാര്യം കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുവാൻ വരുന്നു. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അത് ലോകം തരുന്ന സമാധാനമല്ല. അപ്പോൾ അങ്ങനെ ആ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകുവാൻ വന്നവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിനെ നമ്മൾ നിഷേധിക്കരുത്, തള്ളിപ്പറയരുത്, ക്രൂശിക്കരുത്, ഒറ്റിക്കൊടുക്കരുത്. നമ്മൾ യേശുക്രിസ്തുവിനെ പരിഹസിക്കരുത്. യേശുക്രിസ്തുവിനെ നമുക്ക് എത്രമാത്രം സ്നേഹിക്കാവോ അത്രമാത്രം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക. അതാണ് നമുക്ക് യേശുക്രിസ്തുവിന് പകരമായിട്ട് നൽകാനുള്ളത്. നമ്മളെ തന്നെ യേശുക്രിസ്തുവിനെ സമർപ്പിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ, ശിക്ഷ അനുഭവിച്ച് പരിഹാരം വരുത്തിയ, നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം നമ്മളിൽ നിന്ന് നീക്കി നമ്മളെ നിത്യജീവൻ അർഹരും ഓഹരിക്കാരുമാക്കിയ യേശുക്രിസ്തുവിനെ നമുക്ക് കഴിവിൻ്റെ പരമാവധി മാക്സിമം സ്നേഹിച്ച് നമ്മളെ തന്നെ യേശുക്രിസ്തുവിന് കൊടുത്ത് ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. യേശുക്രിസ്തുവിനോട് ആ നന്ദി നമ്മൾ പ്രകടിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാര്യം നമ്മൾ മാനുഷികമായിട്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ നമുക്കൊരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയൊന്നും അല്ല, ഇത് ചെറിയൊരു ഉപകാരം ചെയ്താൽ തന്നെ നമുക്ക് ആ മനുഷ്യനോടൊരു നന്ദി ഉണ്ടാകത്തില്ലേ, നമ്മൾ താങ്ക്സ് പറയത്തില്ലേ? അപ്പോൾ ഇത്രയും വലിയ ഉപകാരം നമുക്ക് വേണ്ടി ചെയ്ത ഒരു മനുഷ്യനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കണ്ടേ? നമ്മൾ ആ മനുഷ്യനെ നിഷേധിക്കാൻ പാടുണ്ടോ? അത് മഹാപാപമല്ലേ? അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുക. അപ്പം വന്നുകൊണ്ടിരുന്നു, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തൻ താനാതിൻ്റെ വഴിക്ക് തിരിഞ്ഞു. അതായത് നമ്മുടെ സ്വാർത്ഥ താല്പര്യം പ്രകാരം നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വാർത്ഥ താല്പര്യങ്ങളനുസരിച്ച് നമ്മൾ ജീവിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. എന്നാൽ ദൈവം നമ്മുടെ എല്ലാവരുടെയും അതായത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യവർഗത്തിൻ്റെ സകല എല്ലാവരുടെയും അകൃത്യവും അവൻ്റെ മേൽ ചുമത്തി. അതായത് പാപം മുഴുവനും, പാപത്തിൻ്റെ കുറ്റവും പാപത്തിൻ്റെ ശിക്ഷയും യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. ആ ചുമത്തിയ സമയമാണ്
പെസഹ അതായത് യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്ന ആ രാത്രി, വ്യാഴാഴ്ച രാത്രി ഗെത്സമന എന്ന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു അവിടെ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന 3 പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനാ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു വിയർപ്പ് വരേണ്ടുന്ന വിയർപ്പ് സുഷിരങ്ങളിലൂടെ രക്തം പുറപ്പെട്ട് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ രക്തം പുറപ്പെട്ട് വരുവാനായിട്ട് ഉള്ള കാരണം ഈ തിരുവചനം നിവൃത്തിയായത് ആ സമയത്താണ്. അതായത് എന്നാൽ യഹോവ, അതായത് ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ആ ടൈമായിരുന്നു അത്. ഈ തിരുവചന പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമായിരുന്നു അവിടെ അന്നേരം നടന്നത്. അതിൻ്റെ വേദന സഹിക്കാനായിട്ട് പറ്റാതിരുന്നത് കൊണ്ടാണ്, അത്രയ്ക്ക് അസഹനീയമായതുകൊണ്ടാണ് ഹൃദയം പൊട്ടിയെന്ന് പറയാം. ഹാർട്ട് അറ്റാക്ക് തന്നെ വന്നെന്ന് പറയാം. കാര്യം അങ്ങനെ അതിനേക്കാൾ അധികം, ഹാർട്ട് അറ്റാക്ക് അല്ല, അതിനേക്കാൾ അധികമായിട്ടുള്ള രീതിയിൽ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലഡ് മറ്റ് പല രീതികളിൽ ശരീരത്തിലേക്ക് വ്യാപരിച്ചിട്ട് സ്കിന്നിൻ്റെ അടിയിൽ വരെയും വന്ന് ഈ രോമകൂപങ്ങളിലൂടെ അത് പുറത്ത് വരുവാൻ, വിയർപ്പ് കണങ്ങളിലൂടെ അത് പുറത്ത് വരുവാൻ തൊക്കെ അത്രയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പം നമ്മളുടെ പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തിയതാണ്. ഇതിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോഴത്തേക്ക് അവിടെ 5 യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ യാഗം അർപ്പിക്കാൻ വരുന്ന ആ യാഗാർപ്പകൻ ഈ യാഗവസ്തുവിൻ്റെ മേൽ കൈവയ്ക്കണം. കൈവച്ച് അതിൻ്റെ മേൽ കൈവച്ച് തൻ്റെ പാപങ്ങൾ മുഴുവൻ ആ യാഗവസ്തുവിൻ്റെ മേൽ ചുമത്തിയിട്ടാണ് ആ യാഗവസ്തു യാഗമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിൻ നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തിയ ഈ തിരുവചനത്തിൻ്റെ നിവൃത്തീകരണമായിരുന്നു 2000 വർഷങ്ങൾക്ക് മുൻപേ ഗെത്സമനായിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്തം വിയർപ്പുതുള്ളിയായിട്ട് നിലത്ത് വീഴുവാനുണ്ടായ കാരണം. ആ പാപം മുഴുവനും അദ്ദേഹം ഏറ്റെടുത്തു. അതിൻ്റെ ആ വേദനയിൽ, ആ ശരീരവേദനയിലാണ്, ആ മാനസിക വേദനയിലാണ്, ആ ആത്മവേദനയിലാണ് ഹൃദയത്തിൻ്റെ ആ ഇതിൽ നിന്ന് പമ്പ് ചെയ്ത ബ്ലഡ് ശരീരം മുഴുവനും വ്യാപരിച്ച് സ്കിന്നിൻ്റെ അടിയിൽ വന്ന് അവിടെ നിന്നാണ് വിയർപ്പ് തുള്ളികളായിട്ട് വിയർപ്പ് സുഷിരങ്ങളിലൂടെ വെളിയിൽ വന്നു. അപ്പം നമ്മൾ ആ വേദനയൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ആ യേശുവിനെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. ആ യേശുവിനെയാണ് നമ്മൾ കളിയാക്കുന്നത്, പരിഹസിക്കുന്നത്, നിന്ദിക്കുന്നത്. ആ യേശുവിൻ്റെ മക്കളെയും ആ യേശുവിൻ്റെ സഭയെയുമാണ് നമ്മൾ ഉപദ്രവിക്കുന്നത്. എങ്ങനെ എത്രയോ ക്രൂരമാണെന്ന് നോക്കിക്കുക. നമുക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച്, ഇത്രയും വേദന സഹിച്ച്, ഇത്രയും ജീവനും പ്രാണനും എല്ലാം നൽകി അപമാനിതനായി, നിന്ദിതനായി, പരിഹസിക്കപ്പെട്ട് ഒക്കെ ചെയ്ത ആ മനുഷ്യനെ നമ്മൾ വീണ്ടും 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 ക്രൂശിക്കുന്നവരായി തീരുകയല്ലേ, നിഷേധിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരിക്കലും അത് ചെയ്യരുത്. യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കരുത്. യേശുക്രിസ്തുവിനെ ഒരിക്കലും ഇനി വേദനിപ്പിക്കരുത്. യേശുക്രിസ്തുവിനെ നിഷേധിക്കരുത്. യേശുക്രിസ്തുവിനെ നമുക്ക് കഴിയാവുന്ന അത്രയും നമ്മൾ സ്നേഹിക്കുക. ഇനി മറ്റൊരു നാടൻ വാക്കുണ്ട്, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നൊരു വാക്കുണ്ട്. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, വന്നിക്കുക തന്നെ വേണം. കാര്യം നമ്മൾക്കൊരു ചെറിയൊരു സഹായം നമ്മൾ ചെയ്താൽ, മാനുഷികമായിട്ട് മറ്റൊരാൾ നമുക്കൊരു ചെറിയൊരു സഹായം ചെയ്താൽ, ഏറ്റവും ചെറിയൊരു സഹായം നമ്മൾ താങ്ക്സ് പറയും. അതൊരു മനുഷ്യ സ്വഭാവമാണ്. അപ്പോൾ ഇത്രയും വലിയ സഹായം നമുക്ക് നിത്യജീവൻ തളുകുവാൻ, പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് നിത്യശിക്ഷയിൽ നമ്മളെ വിടുവിച്ച് നിത്യജീവൻ, സ്വർഗരാജ്യം നമുക്ക് നൽകുവാൻ, ദൈവത്തിൻ്റെ പുത്രൻ പുത്രി എന്നുള്ള പദവിയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ, യേശുക്രിസ്തു എന്ന മനുഷ്യൻ സഹിച്ച പീഡകൾ, നമുക്ക് നൽകിയ ആ ഉപകാരം, ആ സഹായം നമുക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? അങ്ങനെ നമുക്ക് ആ സ്നേഹത്തെ തള്ളിക്കളയാൻ പറ്റുമോ? അതൊരു മനുഷ്യത്വമാണോ? മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത്രയ്ക്ക് നമ്മൾ അദ്ദേഹത്തെ, യേശുക്രിസ്തുവിനെ നിഷേധിക്കുക എന്നുള്ളത് മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഒരിക്കലും യേശുക്രിസ്തുവിനെ നിഷേധിക്കാനോ, നിന്ദിക്കാനോ, പരിഹസിക്കാനോ, ക്രൂശിക്കാനോ, യേശുക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനികളായ ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായവരെ അല്ലെങ്കിൽ ദൈവസഭയെ ഉപദ്രവിക്കുവാനോ ആർക്കും കഴിയത്തില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് അറിയണം. യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ അറിയണം. അപ്പം നിശ്ചയമായിട്ടും എൻ്റെ കേൾവിക്കാരായിട്ടുള്ള ശ്രോതാക്കൾ നിങ്ങൾ തിരുവചനം
ബൈബിൾ മുഴുവനും വായിക്കണം. പ്രത്യേകിച്ച് ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയുന്ന ഭാഗം ഇവിടെ നിങ്ങൾ ഈ ഭാഗം യെശയ്യാപ്രവചനം 52-ാം അധ്യായവും 53-ാം അധ്യായവും നിശ്ചയമായിട്ട് നിങ്ങൾ വായിക്കണം. അത് വായിച്ച് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമ്മൾ 4 സുവിശേഷങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വിശദമായിട്ട് അപ്പസ്തോലന്മാർ എഴുതിയിട്ടുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അവർ 4 പേരും എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് അപ്പസ്തോലനല്ല, വൈദ്യനായിരുന്നു. ദൈവവേലക്കാരനായ ദൈവത്തിൻ്റെ പുരുഷനായ വൈദ്യനായ ആളായിരുന്നു ലൂക്കോസ്. ബാക്കി മർക്കോസ് എന്ന് പറയുന്നത് പത്രോസിൻ്റെ ശിഷ്യനായിരുന്നു. പത്രോസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്, പത്രോസ് പഠിപ്പിച്ച കാര്യങ്ങളാണ് പരിശുദ്ധാത്മ സഹായത്താൽ മർക്കോസ് സുവിശേഷമായിട്ട് എഴുതിയത്. മത്തായി കർത്താവിൻ്റെ അപ്പസ്തോലനായിരുന്നു. അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്നു മത്തായി. യോഹന്നാനും അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്നു യോഹന്നാനും. മറ്റിരുവരും 2 കാര്യങ്ങളായിരുന്നു. അവർ ഒരാൾ ഡോക്ടറും ഒരാൾ വേറെ ഒരു ജോലി ചെയ്യുന്ന കർത്തൻ്റെ ദൈവപുരുഷനുമായിരുന്നു. അപ്പോൾ അവരിലൂടെ നമ്മൾക്കിത് കിട്ടി. അപ്പോൾ ഈ 4 സുവിശേഷത്തിലും കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗങ്ങൾ നിങ്ങളെടുത്ത് അവസാന ഭാഗങ്ങൾ, സുവിശേഷത്തിലെ 4 സുവിശേഷങ്ങളിലെ അവസാന ഭാഗങ്ങളെടുത്ത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിശദമായൊരു രൂപം നിങ്ങൾക്ക് കിട്ടുമെന്ന് വരും. അല്പമായ മുഴുവനുമല്ല, അല്പമായൊരു വിശദമായൊരു രൂപം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വായിക്കണം, അറിയണം, യേശുക്രിസ്തുവിനെ അറിയണം. യേശുക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ നിരസിക്കുന്നത്. അത് ദൈവത്തിന് വലിയ വേദനയുള്ളതാണ്. പിതാവിന് വലിയ വേദന, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിഷേധിച്ചുകൊണ്ട് താൻ അയച്ച പുത്രനെ നിരസിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ക്രൂശിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ പിതാവിൻ്റെ ഹൃദയം എത്രമാത്രം വേദനിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മാനുഷിക ബുദ്ധിയിലൊന്ന് ആലോചിച്ച് നോക്കി. ആ പിതാവായ ദൈവം നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാൾ അധികം കാര്യം നമ്മളെ നമ്മളെ ഈ ചിന്തിക്കുവാനും തീരുമാനം എടുക്കുവാനും ഒക്കെയുള്ള ഈ കഴിവുകളോട് സൃഷ്ടിച്ചവനാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എത്ര അധികമായിരിക്കും, എത്ര അധികമായിട്ടുള്ള വികാരങ്ങൾ ആ ദൈവത്തിനുണ്ടാകും. ദൈവം വികാരമില്ലാത്തവനല്ല, ദൈവത്തിനുമുണ്ട്. നല്ലത്, ഈ പറഞ്ഞ പോലെ മോശമായ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. നല്ല വികാരങ്ങൾ, ദുഃഖവും വേദനയും പ്രയാസവും ഒക്കെ ദൈവത്തിനും ഉണ്ടാവും. കാര്യം ദൈവം ആത്മാവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തിനുമുണ്ട്. അപ്പം ദൈവത്തെ നമ്മൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. പിതാവിനെ നമ്മൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. പിതാവിൻ്റെ ഏകജാതനായ പുത്രനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. അപ്പം അത് കണക്കാക്കി ദൈവത്തെ സ്നേഹിക്കുക, പിതാവിനെ സ്നേഹിക്കുക, പുത്രനായ ദൈവത്തെ സ്നേഹിക്കുക, പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്നേഹിക്കുക. അവരുടെ ആലയമായ നമ്മുടെ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കുക. അതിനുവേണ്ടിയല്ല ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടി എന്നുള്ള അർത്ഥത്തിലുള്ള ആ ഒരു ആശയ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് യാഗമായി തീർന്നത്. പാപപരിഹാരം, മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരം ചെയ്ത് നിവൃത്തീകരിച്ചത്, പാപപരിഹാര യാഗം നിവൃത്തീകരിച്ചത് ഇമ്മാനുവേൽ എന്നുള്ള ദൈവിക ഉദ്ദേശത്തിൻ്റെ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അത് ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദൈവവചനത്തിലൂടെ, വായനയിലും കേൾവിയിലൂടെ പരിശുദ്ധാത്മ സഹായത്താൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അറിയുവാൻ പറ്റത്തുള്ളൂ. ആത്മാവാകും ദൈവത്തെയും അറിയാൻ പറ്റത്തുള്ളൂ. മറ്റൊരു മാർഗവും അതിനില്ല. അപ്പം നമ്മൾ ദൈവവചനം കേൾക്കണം. ദൈവവചനം കേൾക്കാനുള്ള താല്പര്യവും ആഗ്രഹവും അത് പിന്നെ നമ്മൾ അനുസരിക്കണം. ദൈവവചനം വായിക്കണം, കേൾക്കണം, അത് പിന്നെ അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കണം. ദൈവവചനത്തോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കാതെ ദൈവവചനത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കണം. അങ്ങനെ നമ്മൾ പ്രതികരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിൻ്റെ മകനായി നിലനിൽക്കും, ദൈവത്തിൻ്റെ മകളായി നിലനിൽക്കും. ദൈവരാജ്യത്തിലെ അംഗമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെട്ട് ദൈവത്തോടുകൂടെ വസിക്കുവാൻ നമുക്കിടയായിത്തീരും. 1000 ആണ്ട് ഈ ഭൂമിയിൽ വസിച്ചതിന് ശേഷം, കർത്താവിനോടുകൂടെ ഈ ഭൂമിയിൽ വാണതിന് ശേഷം, വസിക്കുകയല്ല വാഴുകയാണ്. അന്ന് 1000 വർഷം കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ വസിക്കുകയല്ല വാഴുകയാണ്. അത് കഴിഞ്ഞ് വസിക്കുന്നത് പിന്നെ നിത്യതയിൽ നമ്മുടെ പിതാവായ ദൈവത്തോടുകൂടെ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും നിത്യതയിൽ പിതാവായ ദൈവത്തോടു കൂടെയാണ്. അന്ന് കർത്താവായ യേശുക്രിസ്തു ആ നിത്യതയിൽ ആ ഭൂമിയിലെ സൂര്യനാണ് കർത്താവായ യേശുക്രിസ്തു.
അപ്പം അത് അങ്ങനെ നിൽക്കട്ടെ. അതിനെക്കുറിച്ച് ക്ലാസ് ഞാൻ പിന്നീട് എടുക്കാം. അപ്പോൾ അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് ഇപ്പോൾ ഈ തിരുവചനമൊക്കെ നിവൃത്തീകരിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുവചനം നിവൃത്തീകരിച്ചതാണ്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം യേശുക്രിസ്തുവിന് വേണ്ടി അല്ലായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എങ്കിലും ഞാൻ ഒന്നുകൂടി ആ വചനഭാഗങ്ങൾ ഒന്നുകൂടി വായിക്കാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. ഇനി ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല, മുഴുവനും വായിക്കുന്നില്ല. അവിടെ നിങ്ങളതെടുത്ത് വായിക്കണം, സമയത്തിൻ്റെ ഇതുണ്ടല്ലോ. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ നടുവിൽ മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. കാര്യം ഈ ക്രൂശീകരണ സമയത്തെല്ലാം ദൈവം നിശബ്ദനായിട്ട് അതെല്ലാം സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയായിരുന്നു. അത് മുഴുവനും സ്വീകരിക്കുകയായിരുന്നു. ഒരു മിനിറ്റ് ബാറ്ററി ലോ ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ഇതിൻ്റെ മൊബൈലിലെ ബാറ്ററിയുടെ ചാർജ് തീർന്ന്, അപ്പം ഞാനതൊന്ന് കുത്തിക്കോട്ടെ. കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് വീഡിയോ ഓഫ് ചെയ്യുന്നില്ല. ഇപ്പം മെസ്സേജ് വന്നു ബാറ്ററി ലോ ആണെന്നുള്ളത്. ഞാൻ കുത്തിയിട്ടിരുന്നതാണ്. അപ്പോൾ അതൊന്ന് കുത്തിയിട്ടോട്ടെ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. പരിശുദ്ധ ദൈവമേ അങ്ങേക്ക് മഹത്വം, 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 മഹത്വം. പരിശുദ്ധ ദൈവമേ അങ്ങേക്ക് മഹത്വം, 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 മഹത്വം. പരിശുദ്ധനേ മഹത്വം, പരിശുദ്ധനേ മഹത്വം, പരിശുദ്ധനേ മഹത്വം, പരിശുദ്ധനേ പരിശുദ്ധനേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, പരിശുദ്ധനേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ വായിച്ചത് ഏഴാം വാക്യം വരെയാണ്. 53-ൻ്റെ 7-ാം വാക്യം വരെ നമ്മൾ വായിച്ച്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്നും അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. ഉണ്ടോ? അപ്പോൾ ഇത് അവൻ്റെ നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം, നമ്മളുടെ അതിക്രമങ്ങൾക്കും നമ്മുടെ പാപത്തിനും നമ്മുടെ ലംഘനങ്ങൾക്കും അകൃത്യങ്ങൾക്കും ഒക്കെ പരിഹാരം വരുത്താൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ വന്ന മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് യാഗമായി ദൈവത്തിൻ്റെ നീതിക്ക് തക്ക പാപപരിഹാരം വരുത്തി പാപപരിഹാര യാഗം ചെയ്ത് ദൈവത്തിൻ്റെ നീതിയെ പൂർത്തീകരിച്ച് സകലതും പാപപരിഹാരത്തിന് വേണ്ടിയുള്ള സകല പ്രവൃത്തികളും സകലതും നിവൃത്തീകരിച്ച് മരിച്ച് അടക്കപ്പെട്ടു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാരോടുകൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി അവരെ വീണ്ടും പഠിപ്പിച്ചും ഉപദേശിച്ചും ഇവിടെ ഭൂമിയിൽ കഴിഞ്ഞതിന് ശേഷം 40-ാമത്തെ ദിവസം യേശുക്രിസ്തു സീനായി മലയിൽ, ഭൂമിയുടെ മധ്യഭാഗത്തുള്ള സീനായി മലയിൽ, അതായത് ഇസ്രായേലിലുള്ള സീനായി മലയിൽ നിന്നും
സ്വർഗത്തിലേക്ക് അവരെല്ലാവരും 500-ൽ പരം ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുകയാണ് ചെയ്തത്. അല്ലേ? അത് നമ്മൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് സുവിശേഷങ്ങളിലുമുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ, അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലും എഴുതിയിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച്. അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശുക്രിസ്തു ഇപ്പോൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തി തികച്ചവരാണ്, ജോലി തികച്ചവരാണ് ഇരിക്കുന്നത്. ജോലി ചെയ്യുന്നവർ ഇരിക്കത്തില്ല. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, ഇരുന്ന് ചെയ്യുന്ന ജോലി ചെയ്യുന്നവരുണ്ടെങ്കിലും വിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യേശുക്രിസ്തു വിശ്രമവും കൂടിയാണ്. അപ്പോൾ ഇരിക്കുക എന്നാണ് വിശ്രമം. അപ്പം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ഇരിക്കുന്നു. അവിടെ ഇരുന്ന് 2 കാര്യങ്ങളാണ്. വിശ്രമമല്ല, കാര്യം ദൈവത്തിന് വിശ്രമമില്ല. 2 കാര്യങ്ങളാണ് യേശുക്രിസ്തു ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ അംഗീകരിക്കുന്ന ജനത്തിനു വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് മധ്യസ്ഥം ചെയ്യുന്ന ഒരു ജോലിയും, രണ്ടാമത് ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ രക്ഷാനിർണയം രക്ഷിക്കപ്പെട്ട ആ ജനത്തിന്, ദൈവമക്കളായി തീർന്ന ആ ജനത്തിന് സ്വർഗത്തിൽ പിതാവിനോടുകൂടെ വസിക്കുന്നതിന് വേണ്ടി ഭവനം പണിയുന്നതുമായിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു. ഈ 2 കാര്യങ്ങളാണ് യേശുക്രിസ്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭവനം ഒരുക്കുന്നത്. അത് നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 വരെയുള്ള വാക്യങ്ങൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അങ്ങനെ ആ ഭവനം ഒരുക്കിയതിന് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വരും നമ്മളെ ചേർക്കുവാൻ, തൻ്റെ വിശുദ്ധ ദൈവസഭയെ ചേർക്കുവാൻ. യേശുക്രിസ്തുവിൻ്റെ യാഗം അംഗീകരിച്ച് വിശുദ്ധരായി തീർന്ന് ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു വീണ്ടും തിരിച്ച് മടങ്ങി വരുമെന്നും അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിലും ഈ പറഞ്ഞ പോലെ വെളിപ്പാട് പുസ്തകത്തിൽ പല പ്രാവശ്യം, ഈ വിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ പല ആവർത്തിയും, പിന്നെ കർത്താവ് തന്നെ സുവിശേഷത്തിലും അതുപോലെ തന്നെ സുവിശേഷങ്ങളിലും പ്രവചന പുസ്തകങ്ങളിൽ പ്രവചനമായിട്ടും ഒക്കെ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവ് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ആ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം കർത്താവായ യേശുക്രിസ്തു വീണ്ടും വന്ന് നമ്മളെ ചേർത്തുകൊള്ളും. അപ്പോൾ ഈ പീഡനങ്ങൾ സഹിച്ച്, ഇത്രയും പീഡനങ്ങൾ, അപ്പം നമ്മളിപ്പം വായിച്ച് നിർത്തിയത് അവൻ്റെ തലമുറയിൽ 6 വിശ്വസിച്ചു, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ നിന്ന് വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്മാരോടുകൂടെ ആയിരുന്നു. അപ്പോൾ ഈ ദുഷ്ടന്മാരോടുകൂടെ അവന് ശവക്കുഴി കൊടുത്തെന്ന് പറഞ്ഞിട്ട് 2 കള്ളന്മാർ, 2 ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെയാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തും യേശുക്രിസ്തുവിനെ നടുക്കുമായിട്ടാണ് ഈ പ്രവചന നിവൃത്തി അവിടെയാണ് നിവൃത്തീകരിക്കുന്നത്. അതായത് അവൻ്റെ വായിൽ നിന്ന് അവന് ദുഷ്ടന്മാരോടുകൂടി അവന് ശവക്കുഴി കൊടുത്തു. അപ്പോൾ ദുഷ്ടന്മാരോടുകൂടി അവനെ ക്രൂശിച്ചു എന്ന് പറയുന്നത് ഈ വചനം നിവൃത്തിയായത് 2 കള്ളന്മാർ, അതായത് 2 ദുഷ്പ്രവൃത്തിക്കാരെ യേശുവിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് ക്രൂശിച്ച് യേശുവിനെ നടുവിലുമാണ് ക്രൂശിച്ചത്. അങ്ങനെ ഈ തിരുവചനത്തിൻ്റെ നിവൃത്തീകരണമായിരുന്നു അത്. അങ്ങനെ പക്ഷേ ആ യേശുക്രിസ്തുവിൻ്റെ ശവസംസ്കാരം അത് സമ്പന്നരോടുകൂടിയായിരുന്നു. കാര്യം നിക്കോദീമോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പുതിയ കല്ലറയിലും പുതിയ തോട്ടത്തിലും, തോട്ടം എന്ന് പറയുന്നത് മുന്തിരിത്തോട്ടമായിരിക്കണം, അല്ലെങ്കിൽ മറ്റേ അവിടുത്തെ മുന്തിരിത്തോട്ടമോ അല്ലെങ്കിൽ ഒലിവെണ്ണത്തോട്ടമോ അങ്ങനെയുള്ള എന്തെങ്കിലും തോട്ടമായിരിക്കണം, തോട്ടമാണ്. ആ തോട്ടത്തിലൊരു കല്ലറയാണ്. അത് അദ്ദേഹത്തിന് വേണ്ടി, നിക്കോദീമസിന് വേണ്ടി അവരുടെ കുടുംബക്കല്ലറയായിട്ട് വെച്ചിരുന്നതാണ്. ആരെയും അവിടെ അടക്കം ചെയ്തിരുന്നില്ല. അപ്പോൾ അത്രയും സമ്പന്നനായ, വളരെ നിക്കോദീമസ് എന്ന് പറയുന്ന ആൾ വളരെ സമ്പന്നനായിരുന്നു. അപ്പോൾ ആ സമ്പന്നന്മാരോടുകൂടി അവൻ ഓഹരി കൊടുത്തെന്ന് പറയാനായിട്ട് ഈ വചനം നിവൃത്തീകരിക്കുന്ന അതാണ്. ആ കല്ലറയിൽ അടക്കപ്പെട്ടപ്പോഴത്തേക്കാണ് ഈ തിരുവചനം, സമ്പന്നന്മാരോടുകൂടി അവന് ഓഹരി കിട്ടിയെന്ന് പറയുന്നത്. ശവക്കുഴി കൊടുത്ത് അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. അപ്പോൾ സമ്പന്നന്മാരോടുകൂടി അടക്കപ്പെട്ടു. ആ ശവക്കല്ലറ അടക്കപ്പെട്ടതിൻ്റെ ഈ തിരുവചനം നിവൃത്തീകരിച്ചത് അന്നേരമാണ്, അവിടെയാണ്. അപ്പം യേശുക്രിസ്തുവിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ തിരുവചനം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി.
അപ്പോൾ ഇത് യേശുക്രിസ്തുവിൻ്റെ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു, ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൽപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ അതൊന്നും അല്ലാണ്ട് ഇപ്പം ഇന്നലെ വന്ന കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിൻ്റെ അനാദി നിർണയ കാര്യം. മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം സർവ്വജ്ഞാനിയാണ്. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനിതയിൽ എല്ലാം കാണാനും കേൾക്കാനും അറിയുവാനുമുള്ള കഴിവ് ദൈവത്തിനുണ്ട്. അതാണ് ഈ സർവ്വജ്ഞാനം എന്ന് പറയുന്നത്. ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും മുൻകൂട്ടി അറിയുവാനും ഗ്രഹിക്കുവാനുള്ള കഴിവിനാണ് സർവ്വജ്ഞാനം എന്ന് പറയുന്നത്. ദൈവം സർവ്വജ്ഞാനിയാണെന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിരവധി ഭാഗത്ത് പറയുന്നുണ്ട് ദൈവം സർവ്വജ്ഞാനിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനതയിൽ ദൈവം ഇതെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവോടും നിശ്ചയത്തോടും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെയായിരുന്നു. അതിന് ഓരോരുത്തരെ ഇവിടെ മുഖാന്തരമായി ദൈവം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ജനിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ദൈവമായിരുന്ന ദൈവത്തിന് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമായിരുന്നു. അതിന് മറിയയെ കണ്ടെത്തി. പിന്നെ ശിഷ്യന്മാരെ വളർത്തുപിതാവായിട്ട് യോസഫിനെ കണ്ടെത്തി. പിന്നെ അത് കഴിഞ്ഞ് 30 വർഷത്തിന് ശേഷം ശിഷ്യന്മാരെ കണ്ടെത്തി, 12 ശിഷ്യന്മാരെ കണ്ടെത്തി. ഇതിലൊരുത്തന് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒറ്റുകാരനായി തീർന്നു. അതൊക്കെ പ്രവചനത്തിലുള്ള കാര്യങ്ങളാണ്. നേരത്തെ പഴയ നിയമത്തിൽ പ്രവചന പുസ്തകത്തിലുള്ള കാര്യങ്ങളാണത്. ഇങ്ങനെ ഒറ്റിക്കൊടുക്കും, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും എന്നൊക്കെ ഉള്ളത് പ്രവചനത്തിലുള്ള കാര്യമാണ്. ആ പ്രവചന നിവൃത്തിയാണ് യൂദാസിലൂടെ നിവൃത്തീകരിച്ചത്. അതൊക്കെ മുൻ നിർണയപ്രകാരം സംഭവിച്ച കാര്യങ്ങളാണ്, പ്രവചന നിവൃത്തി. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യരെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും കാര്യങ്ങളും ഈ ഭാവികാലവും വർത്തമാനകാലവും ഭൂതകാലവും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ, അതായത് സർവ്വജ്ഞാനതയിൽ ദൈവത്തിന് മുമ്പിൽ എല്ലാം നഗ്നതും മലർന്നതുമായിട്ടിരിക്കുക. ദൈവത്തിനൊന്നും മറവല്ല, എല്ലാം ദൈവം അറിയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്. ഇരുന്നിട്ടും അവൻ അവരോട് കൂടി ശവക്കുഴി കൊടുത്തു. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. കണ്ടോ, യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ കഷ്ടം വരുത്തി. കണ്ട, ദൈവം അവനെന്ന് വെച്ചാൽ ദൈവം അവനെന്ന് വെച്ചാൽ ക്രിസ്തു. ആദ്യത്തെ അവൻ ദൈവം, രണ്ടാമത്തെ അവൻ ക്രിസ്തു. കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവനെന്ന് വെച്ചാൽ ക്രിസ്തു സന്തതിയായി കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ഈ സന്തതി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ വിശ്വസിച്ച് മനസാന്തരപ്പെട്ട് പാപമോചനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചന വ്യവസ്ഥ പ്രകാരം അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 42 മുതലുള്ള തിരുവചന പ്രകാരം വേർപാടിൽ സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാന ദൈവസഭയുടെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിസ്ഥാന ഉപദേശപ്രകാരം അവരെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത് പുത്രന്മാരെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് അവരെ ഇരുന്നിട്ടും അവരിലും തോന്നി അവനെ അവൃത്തി തള്ളിക്കളഞ്ഞിട്ട് രക്ഷ പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ മേൽ സാധിക്കുകയും ചെയ്തു. അതായത് 10-ാം വചനത്തിൻ്റെ 2-ാം ഭാഗമാണ്. ദീർഘായുസ് പ്രാപിക്കുകയും അകൃത്യയാഗം കഴിച്ചിട്ട് സന്തതിയെ കാണുകയും ദീർഘായുസ് അവൻ സന്തതിയെ കാണുക. സന്തതി എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ കൃപായുഗത്തിൽ ഈ യാഗം സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരെയാണ് സന്തതി എന്ന് പറയുന്നത്. അപ്പം ആ തേജസ്സിൻ്റെ നിത്യഘനത്തിലേക്ക് അനേകരെ, ഇപ്പം നമ്മൾ എബ്രായർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോൾ അവിടെ കാണുന്ന തേജസ്സിൻ്റെ നിത്യഘനത്തിലേക്ക് അനേകരെ ആനയിക്കുന്ന ആ കാര്യം ഓർത്തപ്പോൾ അവൻ്റെ ക്രൂശീകരണം അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. തേജസ്സിലേക്ക് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് എത്തിക്കുന്ന ആ സൗഭാഗ്യകരമായ അവസ്ഥയെ ഓർത്തപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ്റെ ആത്മാവ് മുഴുവൻ ലോകത്തിനേക്കാളും വിലയേറിയ ആത്മാക്കളെ രക്ഷിക്കുന്ന മുഴുവൻ ആത്മാക്കളെയും രക്ഷിക്കുന്ന ആ ദൗത്യത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്കും മറ്റെല്ലാ വേദനകളും യേശുക്രിസ്തു അലക്ഷ്യമാക്കി കളഞ്ഞു. കാര്യം അവിടെ യേശുക്രിസ്തു കണ്ടത് ഈ യാഗം നിമിത്തം അനേകർ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് സാത്താന്, അതായത് പിശാചിന് അടിമയായിരിക്കുന്ന പിശാചിൻ്റെ ദാസന്മാരും ദാസിമാരുമായിരിക്കുന്ന തൻ്റെ ജനത്തെ വിടുവിച്ച് മോചിപ്പിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന
തൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാക്കി തീർക്കുന്ന ആ മഹനീയമായ കർമ്മത്തെ ഓർത്തപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പീഡനങ്ങളെല്ലാം യേശുക്രിസ്തു സന്തോഷത്തോടെ സഹിച്ചു. മറ്റെല്ലാം അലക്ഷ്യമാക്കി കളഞ്ഞു. പരിഹാസവും നിന്ദയും എല്ലാം യേശുക്രിസ്തു അലക്ഷ്യമാക്കി കളഞ്ഞു. ആർക്ക് വേണ്ടി? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പരിഹാരം വരുത്തി എന്നാണ് നമ്മൾ റോമാലേഖനത്തിലും എബ്രായ ലേഖനത്തിലും ലേഖനങ്ങളിലെല്ലാത്തിലും ആ ആശയം ഈ പറഞ്ഞ ആശയം ഉൾക്കൊള്ളും. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നുള്ള ആശയം ഉൾക്കൊള്ളുന്ന തിരുവചനങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇതിലേക്ക് വരികയാണ്. വീണ്ടും സമയം 1 മണിക്കൂറാകാൻ പോകുന്നു. എങ്കിലും ഇത് തീർക്കണമല്ലോ. അപ്പോൾ അവന് ഇഷ്ടം തോന്നി, അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. അതായത് പ്രയത്നഫലം എന്ന് പറഞ്ഞാൽ അനേകരെ തേജസ്സിലേക്ക് നയിക്കുന്ന ദൈവമക്കളായിത്തീരുന്ന ആ ദൈവമക്കളെ കണ്ട് തൃപ്തരാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതിയിലേക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. നീതിയിലേക്കും നയിക്കുകയും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവൻ അവരുടെ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ബദ്ധന്മാരോടുകൂടെ അവൻ കൊടുത്തു പങ്കിടും. ബലവാന്മാരോടുകൂടെ അവൻ ഓഹരി പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യും. കണ്ടോ, ഇവിടെ ഒരു അവസാനം പറയുന്നത് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും ക്രൂശിച്ച ആ അനുഭവമാണ്. അതൊന്നുകൂടി എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. ഇത്രയും നമ്മൾ യേശുക്രിസ്തു ചെയ്ത പാപത്തിന് വേണ്ടിയല്ല യേശുക്രിസ്തു മരിച്ചത്. കാര്യം യേശുക്രിസ്തു മരിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. രാജാവായിട്ട് ജനിക്കുന്ന ഏക വ്യക്തിയെ ഉള്ള യേശുക്രിസ്തു മാത്രമാണ്. മനുഷ്യവർഗത്തിൽ രാജാവായിട്ട് ജനിക്കുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. അതുപോലെ തന്നെ അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരേണ്ടതിൻ്റെ യാഗമായി തീരുവാനായിട്ട് ജനിച്ചവനെന്നല്ല വന്നവനാണ്. കാര്യം കർത്താവ് പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. ജനിക്കുകയല്ല ചെയ്തു, സത്യത്തിൽ വരിക ചെയ്തു. യേശുക്രിസ്തു വരിക ചെയ്തു. വന്നതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു, ഇനി വീണ്ടും വരികയും ചെയ്യും. അപ്പോൾ വന്നത് ഈ യാഗം അർപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യവർഗത്തിന് വേണ്ടി ഈ യാഗം അർപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ട് ഈ തിരുവചനത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. ഇപ്പം നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, നമ്മോടുള്ള സ്നേഹത്തെ, പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയൊക്കെ നിങ്ങൾക്ക് കുറേ അധികം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തിരുവചനം വായിച്ച് പല പ്രാവശ്യം ധ്യാനിക്കണം. അപ്പോൾ എന്നെപ്പോലെയുള്ള ദൈവപുരുഷന്മാർക്ക് കിട്ടിയ ഈ ദൈവിക വെളിപ്പാടിനേക്കാൾ അധിക വെളിപ്പാട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആകയാൽ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനപ്രകാരം നിങ്ങളെ തന്നെ തിരുവചനത്തിന് മുൻപാകെ സമർപ്പിക്കുക. ഈ യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും മധുരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. ഈ യേശുവിനെ പിതാവായ ദൈവം തൻ്റെ ആത്മാവിനാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും മധുരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നുള്ള തിരുവചനപ്രകാരം നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അവിടുന്ന് മരിച്ചത്. അവിടുന്ന് ശിക്ഷിക്കപ്പെട്ട് ദണ്ഡനം അനുഭവിച്ച് അതിക്രൂരമായ പീഡനത്തിലൂടെ കടന്നുപോയി ക്രൂശിൽ 6 മണിക്കൂർ നേരം ക്രൂശിൽ തൂങ്ങിക്കിടന്ന് ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ക്രൂശിൽ തൻ്റെ ജഡത്തെ ഉപേക്ഷിച്ച് പ്രാണനും ആത്മാവും പിതാവിനെ ഏൽപ്പിച്ച് ജഡം ക്രൂശിൽ ഉപേക്ഷിച്ച് പോയത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ അവസാനത്തുള്ള രക്തം വരെയും യാഗമായി തീർന്നത് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എനിക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പാപം നിമിത്തം എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവനും തേജസ്സും
എനിക്ക് മടക്കി തരുന്നതിന് വേണ്ടിയാണ് എന്നുള്ള തിരുവചനത്തെ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിച്ചിട്ട് അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുക. യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ വിശുദ്ധീകരിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവനെ കൈക്കൊണ്ട്, അതായത് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നുള്ള ആ തിരുവചന പ്രകാരം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവം മക്കളായിത്തീരും. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ വിശുദ്ധരായിത്തീരും. നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി ദൈവം തീർക്കും, പരിശുദ്ധാത്മാവ് തീർക്കും. പരിശുദ്ധാത്മാവ് പിന്നെ നമ്മൾക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അഥവാ സ്വർഗരാജ്യത്തിൻ്റെ പൗരന്മാരായി നമ്മുടെ മേൽ മുദ്രയിടുവാൻ തൊക്കെ ഇടയായിത്തീരും. നമ്മൾ ഈ വചനം വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും പേര്, അങ്ങനെ സ്വീകരിക്കുന്നവർ ഓരോരുത്തരുടെയും പേര് യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാൽ സ്വർഗത്തിൽ ജീവപുസ്തകം എന്ന പുസ്തകത്തിൽ പിതാവായ ദൈവം എഴുതുവാൻ തൊക്കെ ഇടയായിത്തീരും. ജീവപുസ്തകത്തിൽ പേര് വന്നു കഴിഞ്ഞ് നമുക്ക് പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും മോചനം ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിത്യജീവന് നമ്മൾ അവകാശിയായിത്തീരും. ദൈവത്തോടുകൂടെ നിത്യമായ ജീവിതത്തിന് നമ്മൾ അവകാശിയായിത്തീർന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക എത്രയെന്നാണ് പറയുന്നത്. അപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതും. അങ്ങനെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ദൈവം നമ്മളെ ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ വസിക്കുകയും നമ്മുടെ ഈ ശരീരത്തിൽ ദൈവം വന്ന് വസിക്കും. അതാണ് ഗലാത്യർക്കരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് തീരുവാൻ തൊക്കെ ഇടയായിത്തീരും. അങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ഈ ത്രിയേകത്വമാണ് നമ്മുടെ ശരീരത്തിൽ വന്ന് വസിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയം ഇന്ന് ദൈവത്തിന് ഈ ഭൂമിയിലുള്ള ആലയം നമ്മൾ ഓരോരുത്തരുമാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയം. മറ്റൊരാലയത്തിൽ ഇന്ന് ദൈവം വസിക്കുന്നില്ല, നമ്മിൽ ഓരോരുത്തരുമാണ്. മനുഷ്യരിലാണ് ദൈവം വസിക്കുവാനായിട്ട് ഈ കൃപായുഗത്തിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരിലാണ് വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നും അങ്ങനെ തന്നെയായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം, അങ്ങനെയായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ മറുതലിപ്പും അനുസരണക്കേടുമാണ് അതിന് കഴിയാതായിപ്പോയത്. എന്നാൽ ഈ കൃപായുഗത്തിൽ ദൈവം അതിനൊരു പരിഹാരം വരുത്തിയിട്ടാണ് ആ പരിഹാരകനായ യേശുക്രിസ്തുവിനെ അയച്ച് പരിഹാരം വരുത്തി അങ്ങനെ ഈ ആലയമായി, ദൈവത്തിന് വസിപ്പാനുള്ള ആലയമായി നമുക്കെല്ലാവർക്കും കൃപയാൽ നമുക്ക് യോഗ്യത നൽകിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം നൽകിയ ഈ കൃപയുടെ അത്യന്ത ധനത്തെ നമ്മൾ ഉപേക്ഷിക്കരുത്, നിരസിക്കരുത്, ദൈവസ്നേഹത്തെ നിരസിക്കരുത്. നിങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതായത് സുവിശേഷങ്ങളിലെ അവസാനത്തെ അധ്യായമായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15, 16, 17, 18, 19, 20 വരെയുള്ള വാക്യങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾ വായിക്കണം, വായിക്കാതിരിക്കരുത്. അത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ദൈവസ്നേഹത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ആ ദൈവസ്നേഹത്തെ, ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. സുവിശേഷം വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വരുന്ന ന്യായവിധിയെക്കുറിച്ച്, സുവിശേഷത്തോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നവർക്ക് വരുന്ന ന്യായവിധിയെക്കുറിച്ച് ആ തിരുവചനത്തിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിശ്ചയമായിട്ടും അത് വായിക്കണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് മാനസാന്തരം നൽകി, പാപബോധം നൽകി, പശ്ചാത്താപം നൽകി, അനുതാപം നൽകി, മാനസാന്തരം നൽകി, രക്ഷ നൽകി, നിങ്ങൾക്ക് വീണ്ടും ജനനം നൽകി നിങ്ങളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അതായത് ഈ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്, കുറച്ചൊരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ വീഡിയോ, ഈ മൂന്ന് വീഡിയോകളിലൂടെ ഞാനിവിടെ തൽക്കാലം പര്യവസാനിപ്പിക്കുകയാണ്. ഇനിയും ഉള്ള വീഡിയോകളിലും യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അപ്പോൾ അതിനകത്തൊക്കെ മറ്റ് പല വിഷയങ്ങൾ വന്നാലും കേന്ദ്ര ബിന്ദു എൻ്റെ സന്ദേശത്തിൽ, അതായത് എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശത്തിലെ കേന്ദ്ര ബിന്ദു യേശുക്രിസ്തു തന്നെയായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാം. പക്ഷേ അതുമാത്രം പോരാ, നിങ്ങൾ തന്നെ വായിക്കണം. ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന സമയം കേൾക്കുകയും ദൈവവചനം അല്ലാത്ത സമയം നിങ്ങൾ വായിക്കുകയും ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഭൂമിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മുടെ ആത്മാവ്, കർത്താവ് ചോദിക്കുന്നുണ്ട്, മനുഷ്യ,
ഈ ഭൂമി മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് ദൈവം നൽകിയ ബുദ്ധിയും ജ്ഞാനവും വിവേകവും കഴിവും ആരോഗ്യവും എല്ലാം കൊണ്ട് നമ്മൾ ഈ ഭൂമി മുഴുവൻ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നമുക്ക് എന്ത് ഫലമെന്നാണ് കർത്താവ് തന്നെ ചോദിച്ചത്. അപ്പോൾ അത്രമാത്രം വിലയേറിയതാണ് നമ്മുടെ ആത്മാവ്. അപ്പോൾ അതിനെ ഉടുപ്പിച്ചിരിക്കുന്ന അതിനെ മറച്ചിരിക്കുന്ന വസ്ത്രം മാത്രമാണ് ഈ ശരീരം. നമ്മൾ അധ്വാനിക്കുന്നതെല്ലാം ഈ ശരീരത്തിന് വേണ്ടിയല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യനും അധ്വാനിക്കുന്ന ഈ ശരീരത്തിന് വേണ്ടിയാണ്. പക്ഷേ ശരീരം എന്ന് പറയുന്നത് അകത്തെ യഥാർത്ഥ മനുഷ്യൻ്റെ ഉടുപ്പാണ്. അപ്പോൾ യഥാർത്ഥ മനുഷ്യന് വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ ജീവിക്കേണ്ടത്, ഉടുപ്പിന് വേണ്ടിയല്ല. നമ്മൾ വസ്ത്രത്തിന് വേണ്ടി എവിടെ ആരെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കുന്ന ഈ വസ്ത്രത്തിന് വേണ്ടി ആരെങ്കിലും ജീവിക്കാറുണ്ടോ? സുബോധമുള്ളവരാരെങ്കിലും ഈ വസ്ത്രത്തിന് വേണ്ടി ജീവിക്കാറുണ്ടോ? ഇല്ല. വസ്ത്രം പഴകി പോകും. അത് ജീർണതയാണ്, അത് ജീർണിച്ചു പോകും. പക്ഷേ ഈ വസ്ത്രത്തിനുള്ളിലിരിക്കുന്ന മനുഷ്യനാണ് വില. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ, നിങ്ങളെന്ന് പറഞ്ഞ യഥാർത്ഥ മനുഷ്യൻ നിങ്ങളുടെ ധരിച്ചിരിക്കുന്ന ഉടുപ്പാണ് ഈ ജഡം. ഈ ജഡത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് വേണ്ട. ദൈവത്തിൻ്റെ ആലയമാണ് ജഡം. അപ്പോൾ അതുകൊണ്ട് ജഡത്തെ നമ്മൾ പക്ഷേ അതിനല്ല പ്രാതിനിധ്യം കൊടുക്കേണ്ടത്. യഥാർത്ഥ മനുഷ്യനായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന ആത്മ മനുഷ്യന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം സകലത്തിനും മീതെ ആ ആത്മമനുഷ്യൻ, ആ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ആത്മാവാകും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ, ഇമ്മാനുവേൽ എന്നുള്ള അവസ്ഥയിൽ ഇവിടെ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം അക്ഷരികമായി അനുഭവിക്കുന്നവർക്ക് മാത്രമാണ്, ആത്മീയമായിട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അക്ഷരികമായിട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ദൈവം അനുവാദം നൽകിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആത്മീയമായിട്ട് നമ്മൾ ദൈവരാജ്യത്തിൽ വസിക്കുന്നവർക്ക് മാത്രമേ അക്ഷരികമായ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമുള്ളൂ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി നിങ്ങൾ യേശുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുക, യേശുക്രിസ്തുവിൻ്റെ യാഗം സ്വീകരിക്കുക, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം സ്വീകരിക്കുക, യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുക, കർത്താവായിട്ട് ഏറ്റുപറയുക. അപ്പോൾ അങ്ങനെ ചെയ്തുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തിരുവചനപ്രകാരം നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിച്ച ആലോചന പറഞ്ഞു തന്ന് നിങ്ങളെ നടത്തും. ക്രിസ്തുയേശുവിൽ നിങ്ങളെ തികഞ്ഞവരാക്കി തീർക്കുവാൻ തക്കവണ്ണം, പരിജ്ഞാനപൂർത്തിയിൽ എത്തിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുയേശുവിന് തലയോളം വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടിയാണ് സഹായകനും കാര്യസ്ഥനുമായ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവത്തോട് കർത്താവായ യേശുക്രിസ്തു ചോദിച്ച് മധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. തിരിച്ച് സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. തിരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മണവാട്ടിയായ ദൈവജനമായ ദൈവസഭയെയും കൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുന്നത്. അതുവരെ ഈ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്, നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പോൾ ഈ കേട്ട വചനപ്രകാരം യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിനൊന്നും മോചനം പ്രാപിച്ച് നിത്യജീവൻ അവകാശികളായിത്തീരണം, സ്വർഗരാജ്യത്തിൻ്റെ പൗരനും പൗരയുമായിത്തീരണം, ദൈവത്തിൻ്റെ മക്കളായിത്തീരണം, നിത്യതയ്ക്ക് അവകാശിയായിത്തീരണം എന്നുള്ള ആ ആഗ്രഹമുള്ളവരെല്ലാവരും ഈ പ്രാർത്ഥന, ഞാൻ ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. സ്നേഹവാനായ എൻ്റെ പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പാപിയായിരിക്കുന്ന എൻ്റെ പാപങ്ങൾക്ക് ദൈവത്തിൻ്റെ നീതിക്ക് തക്ക പരിഹാരം വരുത്തി നീതീകരിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും തേജസ്കരിക്കുന്നതിനും ദൈവരാജ്യത്തിൽ എന്നെ അംഗമാക്കി തീർക്കുവാൻ, അങ്ങയുടെ മകനാക്കി തീർക്കുവാൻ, അങ്ങയുടെ മകളാക്കി തീർക്കുവാൻ വേണ്ടിയാണ് എന്ന് ഞാൻ പരിപൂർണമായി അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി യാഗമായി, പകരക്കാരനായി മരണവും ജീവനും ആത്മാവും അർപ്പിച്ച് മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് തൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഊറ്റി യാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ യാഗരക്തത്തിൽ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ ആത്മാവിലെയും പ്രാണനിലെയും ജഡത്തിലെയും സകല അശുദ്ധിയും പോക്കി, സകല പാപക്കറകളും പോക്കി
എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനപ്രകാരം അവിടുത്തെ പരിശുദ്ധാത്മാവ് അത് ചെയ്യേണ്ടതിനായി ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് എന്നെ സമർപ്പിക്കുന്നു. എന്നെ ശുദ്ധീകരിച്ച് അങ്ങയുടെ ആലയമാക്കി തീർക്കണമേ. ദൈവമേ, അങ്ങയുടെ വചനപ്രകാരം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് കർത്താവായ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇന്നു മുതൽ എന്നെ ഭരിക്കുന്നവനായി, എന്നെ നയിക്കുന്നവനായി, എൻ്റെ യജമാനനായി, എൻ്റെ ഉടമസ്ഥനായി, എന്നിൽ കർത്തൃത്വം നടത്തുന്നവനായി, എൻ്റെ ഉത്തരവാദിയായി യേശുക്രിസ്തുവിനെ ഞാൻ ഹൃദയത്തിൽ അംഗീകരിക്കുന്നു, കർത്താവായി വിശുദ്ധീകരിക്കുന്നു, ആദരം കൊണ്ട് ഏറ്റുപറയുന്നു. ഈ യേശുവിനെ അങ്ങയുടെ ആത്മാവിനാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അത് ആദരം കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ മകനായി ഇപ്പോൾ എന്നെ അംഗീകരിക്കണമേ. അങ്ങയുടെ വചനപ്രകാരം അങ്ങയുടെ മകനായി എന്നെ അംഗീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് എൻ്റെ മേൽ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മുദ്രയിടുവാൻ പറയണമേ. എൻ്റെ പേര് അങ്ങയുടെ തൃക്കരത്താൽ ജീവപുസ്തകത്തിൽ എഴുതണമേ. അങ്ങയുടെ ദൂതന്മാരെ എനിക്ക് കാവലായി നൽകണമേ. ക്രിസ്തുയേശുവിനോടുകൂടെ സകലവിധ സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങളും എനിക്ക് പ്രദാനം ചെയ്യണമേ. എൻ്റെ കർത്താവും മധ്യസ്ഥനുമായ യേശുവേ, എനിക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥം ചെയ്യണമേ. എന്നെ നീതീകരിക്കണമേ. പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും എനിക്ക് ഒഴിവ് നൽകണമേ. എന്നെ നീതീകരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനും എൻ്റെ രക്ഷിതാവും കർത്താവും മധ്യസ്ഥനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം, തിരുനാമത്തിന് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ.